ഒരു ഗവൺമെന്റ് നഴ്സിംഗ് ഓഫീസർ ആകുക എന്നുള്ള നിങ്ങളുടെ സ്വപ്നത്തിലോട്ട് എത്തിച്ചേരാനായി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ക്ലാസ്സസിന്റെ 3ാമത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻസ് ഒന്നും സ്പെസിഫിക്കലി DHSനൊന്നോ നോർസെറ്റിനൊന്നോ എന്ന് പറഞ്ഞിട്ടല്ല തരുന്നത്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മുടെ നഴ്സിംഗിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം, ഏതൊരു നഴ്സിംഗ് എക്സാം എഴുതാൻ പോയാലും അവിടെ എല്ലാം പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കാണാൻ ശ്രമിക്കുക. ഡെഫിനറ്റ്ലി ആ ക്ലാസ്സസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. ക്വസ്റ്റ്യനും ആൻസറിനും ഒഴികെ ആ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് കൂടെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇന്നും ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കൂ, 21ാമത്തെ ക്വസ്റ്റ്യൻ. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ആണ് പഠിച്ചത്. അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ മെനി ഡ്രോപ്സ് പെർ മിനിറ്റ് ആർ ടു ബി അഡ്മിനിസ്റ്റേർഡ് ഫോർ 15 ml per hour IV infusion with ഡ്രോപ്പ് ഫാക്ടർ 20 per ml? അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ അർത്ഥമാക്കുന്നത് എന്ത് കണ്ടുപിടിക്കണം? ഡ്രോപ്സ് പെർ മിനിറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഒരു മിനിറ്റിൽ എത്ര ഡ്രോപ്സ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കൊടുക്കേണ്ടത് 1 മണിക്കൂറിൽ 15 ml IV ഇൻഫ്യൂഷൻ ആണ് കൊടുക്കുന്നത്. എന്ത് മെഡിസിൻ എന്നുള്ളത് ഇവിടെ ഒരു പ്രാധാന്യമേ ഇല്ല. പകരം പറയുന്നത് 15 ml മെഡിസിൻ IV ഇൻഫ്യൂഷൻ അവിടെ 1 മണിക്കൂറിൽ കൊടുക്കണം. ഓക്കെ, നമുക്ക് അവിടെ എമൗണ്ട് 15 ml ആണെന്ന് എടുക്കാം. 1 മണിക്കൂറാണ് ടൈം പറയുന്നത്. എങ്കിൽ ഡ്രോപ്പ് ഫാക്ടർ എത്രയായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് 20 ആണ്. 1 ml 20 ഡ്രോപ്സ് ആയിട്ട് പേഷ്യന്റിൽ റീച്ച് ആകണം. പേഷ്യന്റിൽ റീച്ച് ആകുന്നു 1 ml എത്ര ഡ്രോപ്സ് ആയിട്ട് റീച്ച് ആകുന്നു എന്നുള്ളതാണ് നമ്മൾ ഡ്രോപ്പ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇവിടെ അഡൽട്ട് പേഷ്യന്റ് ആയതുകൊണ്ട് തന്നെ അവിടെ എന്ത് തീരുമാനിച്ചിരിക്കുന്നു? 1 ml 20 ഡ്രോപ്സ് ആയി പേഷ്യന്റിൽ റീച്ച് ആകാം എന്ന്. സാധാരണ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചിലതിൽ ഡ്രോപ്പ് ഫാക്ടർ ഉണ്ടാകാറില്ല. അപ്പോൾ നമ്മൾ അവിടെ 15 ആണ് ഡ്രോപ്പ് ഫാക്ടർ ആയിട്ട് എടുക്കുന്നത്. സ്റ്റാൻഡേർഡ് 15 അവിടെ എടുക്കാം. അല്ലെങ്കിൽ ചിലതിൽ 20 എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും, ചിലതിൽ 15 എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. ചിലപ്പോൾ കുഞ്ഞുങ്ങളാണെങ്കിൽ, പീഡിയാട്രിക്സ് ആണെങ്കിൽ അവിടെ ഡ്രോപ്പ് ഫാക്ടർ എന്ന് പറയുന്നത് 60 ആണ്. 60 ഡ്രോപ്പാണ് 1 ml എന്നുള്ള കണക്കിനാണ് റേറ്റ് കൊടുക്കുന്നത്. അങ്ങനെ 1 ml 20 ഡ്രോപ്സ് എന്നുള്ള രീതിയിലാണെങ്കിൽ 15 ml 1 മണിക്കൂർ കൊണ്ട് കൊടുക്കുമ്പോൾ അതിന്റെ ഡ്രോപ്സ് പെർ മിനിറ്റ്, 1 മിനിറ്റിൽ എത്ര ഡ്രോപ്സ് കൊടുക്കണം എന്നുള്ളതാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓപ്ഷൻ എ പറയുന്നത് 20 ഡ്രോപ്സ് പെർ മിനിറ്റ് എന്നും, ഓപ്ഷൻ ബി പറയുന്നത് 15 ഡ്രോപ്സ് പെർ മിനിറ്റ് എന്നും, ഓപ്ഷൻ സി 3 ഡ്രോപ്സ് പെർ മിനിറ്റ് എന്നും, ഓപ്ഷൻ ഡി 5 ഡ്രോപ്സ് പെർ മിനിറ്റ് എന്നും ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ കാൽക്കുലേഷനിലോട്ട് പോകുന്നതിന് മുന്നേ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള 3 ഡെഫിനിഷൻ, പ്രധാനമായിട്ട് ബേസിക് ആയിട്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ചോദിക്കുന്ന 3 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആ 3 തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനുള്ള ഇക്വേഷൻസ് ആണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. IV ഇൻഫ്യൂഷൻ കാൽക്കുലേഷൻസ്, അതായത് എത്ര ml പെർ അവർ, അതായത് ഇത്ര മെഡിസിൻ കൊടുക്കണം എങ്കിൽ നിങ്ങൾ എത്ര ml പെർ അവർ ആണ് അഡ്മിനിസ്റ്റർ ചെയ്യുക എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ കണക്കാക്കാം? അതായത് നമുക്ക് എത്രയാണോ മെഡിസിൻ കൊടുക്കേണ്ടത് അത് ടോട്ടൽ വോള്യൂം ഇൻ ml എഴുതി എത്ര സമയം, നമ്പർ ഓഫ് അവേഴ്സ്, 1 മണിക്കൂർ കൊണ്ടാണോ, 2 മണിക്കൂർ കൊണ്ടാണോ, 5 മണിക്കൂർ കൊണ്ടാണോ, 8 മണിക്കൂർ കൊണ്ടാണോ. ഒരു എക്സാമ്പിൾ പറയാം. 1 ലിറ്റർ ഫ്ലൂയിഡ് 1000 ml ആണ്, അല്ലെ 1000 ml ആണ്. അത് നമ്മളോട് പറയാണ് 8 മണിക്കൂർ കൊണ്ട് കൊടുക്കണം. 8 മണിക്കൂർ കൊണ്ട് കൊടുക്കണം. നമ്മൾ അവിടെ അവേഴ്സ് നമ്മൾ 8 എന്ന് എഴുതി. 1000 ml ആണ്, 8 അവേഴ്സ് ആണ്. ഇത് ലിറ്ററൽ ഫോമിലാണെങ്കിൽ നമുക്ക് തിരിച്ച് ml കൺവേർട്ട് ചെയ്യാം. ഇത് സെക്കൻഡ്സിലും മിനിറ്റ്സിലും ഒക്കെ ആണെങ്കിൽ അവിടെ യൂണിറ്റ് കൺവേർട്ട് ചെയ്ത് തന്നെ അവേഴ്സ് എന്നുള്ള യൂണിറ്റ് തന്നെ ആക്കുക. എന്നാൽ മാത്രമേ ഈ ഫോമുല നമുക്ക് കറക്റ്റ് ആകത്തുള്ളൂ കേട്ടോ. ml ബൈ അവേഴ്സ് ആണ്. ടോട്ടൽ വോള്യൂം ഇൻ ml ബൈ നമ്പർ ഓഫ് അവേഴ്സ്. ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പെർ ml പെർ അവർ എന്നുള്ള ഒരു കണക്ക് കിട്ടും. അതായത് 1 മണിക്കൂറിൽ എത്ര ml സെറ്റ് ചെയ്യണം എന്നുള്ളൊരു കണക്ക് നമുക്ക് അവിടെ കിട്ടും. അങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എക്സാമ്പിൾ ആണ് ഞാനിവിടെ പറഞ്ഞത്. 1000 ml 8 മണിക്കൂറിൽ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര ml പെർ അവർ കൊടുക്കും? 175 ml പെർ അവർ നമ്മളവിടെ അഡ്മിനിസ്റ്റർ ചെയ്യും. അണ്ടർസ്റ്റുഡ്? അതായത് 125 വെച്ചിട്ട് 8 മണിക്കൂർ കൊടുക്കുമ്പോൾ 1000 ml അവിടെ നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റും. അടുത്തത് IV ഡ്യൂറേഷൻ ആണ്. ഇൻഫ്യൂഷൻ ടൈം ആണ് പറയുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതായത് ടോട്ടൽ വോള്യൂം ടു ബി ഇൻഫ്യൂസ്ഡ്, നമുക്ക് എത്ര ml ആണോ ഇൻഫ്യൂസ് ചെയ്യേണ്ടത് അത് ടോട്ടൽ. ഇൻഫ്യൂഷൻ റേറ്റ്, അതായത് ഈ ഒരു റേറ്റ് നമ്മളോട് പറയേണ്ടത്, അതായത് 15 ml അല്ലെങ്കിൽ 25 ml 100 ml വെച്ചിട്ട് നമ്മൾ മണിക്കൂറിൽ 100 ml വെച്ച് അഡ്മിനിസ്റ്റർ ചെയ്യണം. എങ്കിൽ എത്ര മണിക്കൂർ എടുക്കും അല്ലെങ്കിൽ എത്ര സമയം എടുക്കും അത് അഡ്മിനിസ്റ്റർ ചെയ്യാൻ? അതായത് സമയം നമുക്ക് അവിടെ അറിയത്തില്ല. നമ്മളൊരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാണ്, മാം യു ഹാവ് ടു
give 1000 ml fluid and per hour you can give 100 ml. So how many hours it will take? Total volume to be infused by infusion rate, that is 100 ml or 100 ml ആണെങ്കിൽ 100 ml, 80 ml ആണെങ്കിൽ 80 ml എത്രയാണോ ഒരു മണിക്കൂറിൽ കൊടുക്കേണ്ടത് അതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു, നമുക്ക് എത്ര സമയം, എത്ര അവേഴ്സ് ആണെന്നുള്ളത് നമുക്ക് അവിടെ കിട്ടും. ഹിയർ 1000 ml fluid, per hour 100 ml is infusing, so it will take 10 hours. That is second കാൽക്കുലേഷൻ. അടുത്ത വരുന്നതാണ് ഡ്രോപ്സ് പെർ മിനിറ്റ് കാൽക്കുലേറ്റ്. ഇപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഇതിലാണ്. GTT പെർ മിനിറ്റ്. GTT എന്ന് പറയുന്നത് ഡ്രോപ്സിന്റെ യൂണിറ്റ് ആണ് കേട്ടോ. എത്ര ഡ്രോപ്സ് ആണെന്നുള്ളതാണ് GTT പറയുന്നത്. GTT പെർ മിനിറ്റ്. ഇവിടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ടോട്ടലി നമുക്ക് ഇൻഫ്യൂസ് ചെയ്യേണ്ട ml, നമ്പർ ഓഫ് മിനിറ്റ്സ് ഇൻറ്റു ഡ്രോപ്പ് ഫാക്ടർ. ചിലപ്പോൾ ഇത് കാണുന്നില്ലായിരിക്കാം, ഞാൻ അതുകൊണ്ടാണ് ഒന്ന് എഴുതുന്നത്. ഡ്രോപ്പ് ഫാക്ടർ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് നോക്കൂ. ഇവിടെ നമുക്ക് 15 ml പെർ അവർ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ടോട്ടലി എത്ര എന്നുള്ളത് നമുക്ക് അവിടെ കൊടുത്തിട്ടില്ല. പക്ഷെ നമുക്ക് 15 ml 1 അവർ എന്നുള്ളത് എടുക്കാം കാൽക്കുലേഷൻ. 15 ml ആണ് ടോട്ടൽ വോളിയം. അവിടെ ഇനി നമുക്ക് എന്താ വേണ്ടത്? നമ്പർ ഓഫ് മിനിറ്റ്സ്. നമ്പർ ഓഫ് മിനിറ്റ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പെർ അവർ ആണ്. അപ്പോൾ ഒരു മണിക്കൂറിൽ എത്ര മിനിറ്റ്സ് ഉണ്ട്? 60 മിനിറ്റ്സ് ഉണ്ടെന്ന് മനസ്സിലായി. 15 ml 60 മിനിറ്റ്സ് കൊണ്ട് പോകണം. ഡ്രോപ്പ് ഫാക്ടർ എത്രയും തന്നിട്ടുണ്ട്? 20 എന്ന് തന്നിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യൂ, നിങ്ങൾക്ക് അവിടെ ആൻസർ കിട്ടും. എത്രയെന്ന് കിട്ടും? 5 drops per minute. Correct option, option D, 5 drops per minute. Understood? So ഇതാണ് നമ്മുടെ കാൽക്കുലേഷൻ. ടോട്ടൽ വോളിയം ഇൻ ml ബൈ നമ്പർ ഓഫ് മിനിറ്റ്സ് ഇൻറ്റു ഡ്രോപ്പ് ഫാക്ടർ. അപ്പോൾ ഓരോ മിനിറ്റിലും എത്ര ഡ്രോപ്സ് പോകണം എന്നുള്ളത് അവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ 3 ഇമ്പോർട്ടൻറ്റ് ബേസിക് മെഡിസിൻ കാൽക്കുലേഷൻ ഫോർമുലാസ് ഇൻ അഡൽട്ട് ആസ് വെൽ ആസ് പീഡിയാട്രിക്സ്. പീഡിയാട്രിക്സിലായാലും അഡൽട്ട്സിലായാലും ഒക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ്. ഇത് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇനി എപ്പോഴും നിങ്ങൾക്ക് വരുന്ന അപ്കമിങ് എക്സാംസിലൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. നെക്സ്റ്റ്, what nursing action prevents the transmission of pulmonary tuberculosis? അറിയാം, TB, ട്യൂബർക്ലോസിസ് എന്നറിയപ്പെടുന്ന ഡിസീസ്, അതായത് ലങ്സിനെ ബാധിക്കുമ്പോഴാണ് അതിനെ പൾമണറി ട്യൂബർക്ലോസിസ് എന്ന് പറയുന്നത്. മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലേ എന്ന് പറയുന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരു ഡിസീസാണ് ട്യൂബർക്ലോസിസ് എന്ന് പറയുന്നത്. ഇത് ശരീരത്തിൽ പല ഭാഗങ്ങളിൽ ഉണ്ടാകാറുണ്ട്. പ്രൈമറിലി ഇത് പൾമണറി ട്യൂബർക്ലോസിസ് ആണ്. പൾമണറി ട്യൂബർക്ലോസിസ് എന്ന് പറഞ്ഞാൽ ലങ്സിൽ ഉണ്ടാകുന്നതാണ്. പൾമണറി നമ്മുടെ ലങ്സിനെ സ്വാധീനിക്കുന്ന ട്യൂബർക്ലോസിസ് ആണെങ്കിൽ അതിനെ പൾമണറി ട്യൂബർക്ലോസിസ് എന്ന് പറയുന്നു. ട്യൂബർക്ലോസിസ് ഈസ് transmissible. That means pulmonary tuberculosis can spread from one person to another person. അല്ലെ, ഏതൊക്കെ പലതരത്തിലുള്ള മെത്തേഡുകളിലൂടെ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇത് പ്രിവെന്റ് ചെയ്യാൻ, ആ ട്രാൻസ്മിഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി എന്ത് നഴ്സിംഗ് ആക്ഷൻ ആണ് എടുക്കേണ്ടത്? വിയർ എ മാസ്ക് വെൻ എക്സിറ്റിംഗ് ദ റൂം, wash the hands after leaving the room, have the client wear a mask from admission, stock the supply cart at each shift. ഇവിടെ സ്റ്റോക്ക് ദ സപ്ലൈ കാർട്ട് എന്നുള്ളത് യാതൊരുവിധ ബന്ധവും അവിടെ വരുന്നില്ല. ഇനി നമുക്ക് ലീവിങ് നമ്മൾ ഓരോ പ്രാവശ്യം കൈ കഴുകണം എന്നുള്ളത് ഓക്കെ കറക്റ്റ് ആണ്. പക്ഷെ എന്നാൽ പോലും അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും ഓരോ പ്രാവശ്യവും പേഷ്യൻ്റ് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴും റൂമിൽ കയറുമ്പോഴും പേഷ്യൻ്റ് ടച്ച് ചെയ്യുന്നതിന് മുന്നേയും പേഷ്യൻറ്റിനെ എന്ത് പ്രൊസീജിയർ ചെയ്യുന്നതിന് മുന്നേയും പിന്നെയും ഒക്കെ എന്ത് ചെയ്യണം? നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യണം. നമ്മൾ 5 moments ഓഫ് ഹാൻഡ് വാഷിംഗ് പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഫോർ എക്സാംസ്. യു ഷുഡ് ഹാവ് എൻ ഐഡിയ ഓൺ ദാറ്റ്. ഓക്കെ, അതുപോലെ വിയർ എ മാസ്ക്, അത് ഒരു പേഷ്യൻ്റ് റൂമിൽ നിന്നും ഇറങ്ങുമ്പോൾ ആണോ മാസ്ക് ധരിക്കേണ്ടത്? അതും അല്ല. അപ്പോൾ എന്തായിരിക്കും കറക്റ്റ് ഓപ്ഷൻ? ഹാവ് ദ ക്ലയന്റ് വിയർ എ മാസ്ക് ഫ്രം അഡ്മിഷൻ. കാരണം മൈക്രോ ഓർഗാനിസം പേഷ്യൻ്റെ ലങ്സിലാണ്, പേഷ്യൻ്റെ റെസ്പിറേറ്ററി റൂട്ടിലാണ്. സോ അവിടെ നിന്ന് പേഷ്യൻ്റെ ശരീരത്തിൽ നിന്നും അത് മറ്റുള്ളവരിലോട്ട് സ്പ്രെഡ് ആകാതിരിക്കണമെങ്കിൽ പേഷ്യൻ്റ് എന്ത് ചെയ്യണം? മാസ്ക് ധരിക്കണം. ക്ലയന്റ് വിയർ എ മാസ്ക് ഫ്രം അഡ്മിഷൻ ആകുന്നത് മുതൽ അവിടെ പേഷ്യൻ്റ് മാസ്ക് ധരിച്ചിരിക്കണം. ഇനി ഇവിടെ ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് നോക്കാം. വളരെ ചുരുക്കി, നിങ്ങൾക്ക് അറിയാം ട്യൂബർക്ലോസിസ് എന്ന് പറയുന്നത് വളരെ ലാർജ് ആയിട്ടുള്ള, വളരെ അധികം വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് പഠിക്കാനുണ്ട്. ട്യൂബർക്ലോസിസ് എന്താണ്, ഏത് ഓർഗാനിസം പരത്തുന്നു, എന്തൊക്കെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് വരുന്നു, എങ്ങനെയാണ് അതിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, അതായത് പ്രധാനമായിട്ട് എയർബോൺ ഡ്രോപ്ലെറ്റ്സ് ആണ് അല്ലേ. ഇവിടെ കോസിറ്റീവ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് ആണ്. അതുപോലെ തന്നെ ഇത് ശരീരത്തിൽ മറ്റു ഭാഗങ്ങളിലും, അത് ലങ്സിൽ എഫക്ട് ചെയ്യുന്ന കഴിഞ്ഞാൽ നമ്മൾ പൾമണറി ട്യൂബർക്ലോസിസ് എന്ന് പറയും. അതുപോലെ തന്നെ ലിംഫ് നോഡിനെയോ ബോണിനെയോ ബ്രെയിനിനെയോ കിഡ്നിയോ അങ്ങനെ പല ഭാഗങ്ങളിലും ഇത് എഫക്ട് ചെയ്യാറുണ്ട്. ഇത് സാധാരണ സ്പ്രെഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എയർബോൺ
ഡ്രോപ്ലെറ്റ്സിലാണ്. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി കഫ് ചെയ്യുമ്പോഴോ സ്നീസ് ചെയ്യുമ്പോഴോ ടോക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ക്ലോസ് കോൺടാക്റ്റിലൂടെയോ അല്ലെങ്കിൽ ഓവർ ക്രൗഡിങ്, ഇതൊക്കെയാണ് കൂടുതലായിട്ട് ഇതിൻ്റെ കോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അഡൽട്ട് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ട്യൂബർക്ലോസിസ് ഉള്ള ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ കുട്ടികൾക്കും ഇത് പടരാറുണ്ട് അല്ലേ. മോസ്റ്റ് കോമൺ ആയിട്ടുണ്ടാകുന്ന പൾമണറി ട്യൂബർക്ലോസിസ് ആണ്. ഇതല്ലാതെ മറ്റു ഭാഗങ്ങളിൽ ട്യൂബർക്ലോസിസ് ഉണ്ടാകുന്നതിനെയാണ് എക്സ്ട്രാ പൾമണറി ട്യൂബർക്ലോസിസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ലൈക്ക് ലിംഫ് നോഡ് ടി ബി മെനിഞ്ചൈറ്റിസ്, ബോൺ ടി ബി, ജോയിന്റ് ടി ബി, അബ്ഡോമിനൽ ടി ബി, അങ്ങനെ പല ടൈപ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്. ഇനി അതുപോലെ തന്നെ പലതരത്തിലുള്ള ടൈപ്സ്, ട്യൂബർക്ലോസിന്റെ ടൈപ്സ് നമ്മളിവിടെ പറഞ്ഞു. ഇനി റിസ്ക് ഫാക്ടേഴ്സ്, ആർക്കൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്? മാൾ ന്യൂട്രീഷൻ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൽ ഓരോ പോയിന്റുകൾ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. എപ്പോഴും എല്ലാ എക്സാമിനും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകുന്ന ഒരു ടോപ്പിക്കാണ് ട്യൂബർക്ലോസിസ് എന്ന് പറയുന്നത്. മാൾ ന്യൂട്രീഷനുള്ള വ്യക്തികൾക്ക് ട്യൂബർക്ലോസിസ് കൂടുതലായിട്ടുണ്ടാകുന്നുണ്ട്, റിസ്ക് കൂടുതലാണ്. അതുപോലെ HIV ഇൻഫെക്ഷൻ, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ഇൻഫെക്ഷൻ, എയ്ഡ്സ് ഉള്ളവർക്ക് അവർക്ക് ട്യൂബർക്ലോസിസ് ഉണ്ടാകാറുണ്ട്. ഓൾറെഡി ഇമ്മ്യൂണിറ്റി പവർ പുവർ ആയിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് TB ഉണ്ടാകുന്നുണ്ട്. ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള ലിവിങ് കണ്ടീഷൻ, അതായത് കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകൾ, തിങ്ങി നിരിങ്ങി താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ചിലപ്പോൾ പെട്ടെന്ന് TB പടരാം. അതുപോലെ BCG വാക്സിനേഷൻ എടുത്തിട്ടില്ലാത്തതോ ഓൾറെഡി TB പേഷ്യൻ്റായിട്ട് കോണ്ടാക്റ്റിലുള്ളവർക്കൊക്കെ ഈ TB ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ സയൻസ് ആൻഡ് സിംറ്റംസ് പറയുകയാണെങ്കിൽ സിവിയർ ആയിട്ടുള്ള കഫ്, 2 ആഴ്ചയിൽ കൂടുതലുള്ള സിവിയർ പെർസിസ്റ്റന്റ് കഫ്, പിന്നെ രാത്രി സമയം ഭയങ്കരമായിട്ട് നൈറ്റ് സ്വെറ്റ്, ഫീവർ, വെയിറ്റ് ലോസ്, ഫെയിലിയർ ടു ത്രൈവ്, ഫെറ്റിക്, ലോസ് ഓഫ് എപ്പിറ്റൈറ്റ്, അതുപോലെ എൻലാർജ്ഡ് ലിംഫ് നോഡ്, ഇതൊക്കെ സയൻസ് ആൻഡ് സിംറ്റംസ്, എക്സ്പെഷ്യലി കുട്ടികളിൽ. ഇനി അത് സിവിയർ കേസസ് ആയിക്കഴിഞ്ഞാൽ ബ്രെത്ത്ലെസ്നെസ്, ചെസ്റ്റ് പെയിന്, അതുപോലെ തന്നെ ഹീമോടൈസിസ്, അത് കുട്ടികളിൽ വളരെ റയറാണ്. അഡൽട്ടിൽ കൂടുതലായിട്ട് ബ്ലഡ് ഇൻ സ്പൂട്ടം, ഹീമോടൈസിസ് കാണാറുണ്ട്. എങ്ങനെ നമ്മൾ ഈ രോഗം കൺഫേം ചെയ്യും? അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ടെസ്റ്റാണ് മാൻഡോക്സ് ടെസ്റ്റ് അല്ലെങ്കിൽ ട്യൂബർക്കുലിൻ സ്കിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതുകൂടാതെ ചെസ്റ്റ് എക്സ്റേ എടുക്കണം, സ്പ്യൂട്ടം എക്സാമിനേഷൻ എടുക്കണം, അതുപോലെ ബ്ലഡ് എക്സാമിനേഷൻസ്, ഗ്യാസ്ട്രിക് ആസ്പിറേറ്റർ, ഇതൊക്കെ എന്ത് ചെയ്യുന്നു? ഈ രോഗം അവിടെ കൺഫേം ചെയ്യാൻ സഹായിക്കും. മാൻഡോക്സ് ടെസ്റ്റ് ആണ് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അവിടെ ഏറ്റവും പ്രൈമറി ആയിട്ട് ചെയ്യുന്നൊരു ടെസ്റ്റ്. ഒപ്പം തന്നെ പൾമണറി എക്സ്റേ, ചെസ്റ്റ് എക്സ്റേയും ഇതിന് സഹായിക്കുന്നുണ്ട്. ഇവിടെ ഡയറക്ട്ലി ഒബ്സർവ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് സ്കീമാണ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജിയാണ്. സ്ട്രിക്റ്റ് ആയിട്ടുള്ള 6 മാസത്തെ ഡ്രഗ് കോംപ്ലിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ രോഗം ട്രീറ്റ് ചെയ്യുന്നതിന്. അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുമ്പോൾ അവിടെ കോംപ്ലിയൻസ്, മെഡിക്കൽ കോംപ്ലിയൻസ് അവിടെ കറക്റ്റായിട്ട് വരാതെ വരുമ്പോഴാണ് ആ രോഗങ്ങൾ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാകുന്നത്. അപ്പോൾ ഡോട്ട്സ് തെറാപ്പിയെക്കുറിച്ചും അതിൻ്റെ ഡ്രഗ്സൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ നിങ്ങളൊന്ന് നോക്കി വെക്കണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ ഓരോ ഡ്രഗ്സിൻ്റെയും സൈഡ് എഫക്ട്സ്, അതിൻ്റെ അഡ്വേഴ്സ് എഫക്ട്സ്, അതൊക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. വാക്സിനേഷൻ, അതിൻ്റെ ടൈം ഡ്യൂറേഷൻ, റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, വാക്സിൻ്റെ BCG വാക്സിൻ്റെ ഡൈലൂഷൻ, നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മൾ BCG വാക്സിനേഷനെ കുറിച്ച് മാത്രം ഒരു ക്ലാസ്, 1 മണിക്കൂറോളം വരുന്ന ഒരു ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. TB വാക്സിനേഷൻ അല്ലെങ്കിൽ നമ്മുടെ BCG വാക്സിനേഷനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുള്ളവർക്ക് ആ ഒരു ക്ലാസ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ TB വന്നിട്ട് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം, അതുപോലെ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള TB എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ്, എങ്ങനെ നമ്മളത് മാനേജ് ചെയ്യുന്നു, ഇവയെല്ലാം ഒന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് TBയെക്കുറിച്ച് എന്തൊക്കെ അറിയണം, പഠിക്കണമെന്നത്, ഇത്രയും കാര്യത്തിൽ നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞില്ല, ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട്. വളരെ വാസ്റ്റ് ആയിട്ടുള്ള കണ്ടീഷനാണ്. ഒന്ന് ആ ഒരു ടോപ്പിക്കിലൂടെ ഗോ ത്രൂ ചെയ്യുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 23ാമത്തെ ക്വസ്റ്റ്യൻ. What is the compression ventilation ratio in adult basic life support? അതായത് നമ്മുടെ BLS, അഡൽട്ട് BLS ആണ് നമ്മുടെ ബേസിക് ലൈഫ് സപ്പോർട്ട്, അതായത് കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ. അവിടെ വരുമ്പോൾ കംപ്രഷൻ വെന്റിലേഷൻ റേഷ്യോ എത്രയാണ്? 30:1 ആണോ? 30 കംപ്രഷൻ കൊടുക്കുമ്പോൾ 1 വെന്റിലേഷൻ ആണോ കൊടുക്കുന്നത്? 30:2 ആണോ? 15:1 ആണോ? 15:2 ആണോ? ഇതിൽ ഏതാണ് നമ്മുടെ കറക്റ്റ് കംപ്രഷൻ വെന്റിലേഷൻ റേഷ്യോ ബേസിക് ലൈഫ് സപ്പോർട്ടിൽ? ദാറ്റ് നമുക്ക് അതിൽ നോക്കുന്നതിന് മുന്നേ നമുക്ക് അവിടെ ആ ഒരു എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് നോക്കാം. സപ്പോസ് നമ്മളൊരു ആ ഒരു പേഷ്യൻ്റ് പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ കാണുന്നു, പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും? പേഷ്യൻ്റ് റെസ്പോൺസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. നമ്മൾ പേഷ്യൻ്റ് അടുത്ത് ചെന്നിട്ട് ആ ഒരു സ്റ്റെപ്സ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഈ ഒരു ചാർട്ട് മാത്രം മതി കറക്റ്റ് എങ്ങനെയാണ് CPR അല്ലെങ്കിൽ ആ ഒരു എമർജൻസി സിറ്റുവേഷൻ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഈ ഒരു ചാർട്ട് മാത്രം മതി. ആദ്യം നമ്മൾ സീൻ സേഫ്റ്റി നോക്കുന്നു. പേഷ്യൻ്റ് സേഫ് ആയിട്ടുള്ള സ്ഥലത്താണോ കിടക്കുന്നത്, അതായത് ഫയർ ഉണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കെമിക്കൽ ഗ്യാസസ് ഉണ്ടോ എങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? പേഷ്യൻ്റ് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്ത് പുറത്തു കൊണ്ടുവരണം. എന്നിട്ട് നമ്മൾ പേഷ്യൻ്റ് റെസ്പോണ്ട്
ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. പേഷ്യൻ്റ് തൊട്ടടുത്തിരുന്ന് ഷൗട്ട് ചെയ്തൊന്ന് വിളിച്ചു നോക്കുക. എമർജൻസി എന്നിട്ട് എന്ത് ചെയ്യുക, പേഷ്യൻ്റ് റെസ്പോണ്ട് ചെയ്യുന്നില്ല എങ്കിൽ എമർജൻസി റെസ്പോൺസ് ആക്ടിവേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് എക്യുപ്മെന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, പേഷ്യൻ്റ് ബ്രീത്ത് ചെയ്യുമെന്ന് നോക്കുന്നു. ലുക്ക് ഫോർ നോ ബ്രീത്തിങ് ഓർ ഒൺലി ഗാസ്പിംഗ് ആൻഡ് ചെക്ക് പൾസ് സൈമിൾട്ടേനിയസ്ലി. ഈസ് പൾസ് ഡെഫിനറ്റ്ലി ഫെൽറ്റ് വിത്തിൻ 10 സെക്കൻഡ്. അവിടെ നോർമൽ ബ്രീത്തിങ് ആണോ പൾസ് ഫെൽറ്റ് ആണോ എന്ന് നോക്കുക. നോർമൽ ബ്രീത്തിങ് കൊണ്ട് പൾസ് ഫീൽ ചെയ്യാനും പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എമർജൻസി റെസ്പോണ്ടേഴ്സ് അറൈവ് ആകുന്നവരൊന്ന് ജസ്റ്റ് മോണിറ്റർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇനി ബ്രീത്തിങ് ഇല്ല പക്ഷെ പൾസ് കിട്ടുന്നുണ്ട്, ബ്രീത്തിങ് ഇല്ല പൾസ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഉടനെ റെസ്ക്യൂ ബ്രീത്തിങ് കൊടുക്കുക. 1 ബ്രീത്ത് എവറി 6 സെക്കൻഡ്സ് ഓർ 10 ബ്രീത്ത്സ് പെർ മിനിറ്റ്. ഓരോ 6 സെക്കൻഡിൽ ഒരു ബ്രീത്ത് എന്നുള്ള രീതിയിൽ ബ്രീത്ത് മാത്രം കൊടുക്കുക. ഓൾറെഡി പൾസ് ഉണ്ട്. എന്നിട്ട് ഓരോ 2 മിനിറ്റ് കഴിയുമ്പോഴും അവിടെ പൾസ് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇഫ് ദർ ഇസ് നോ പൾസ് ലേറ്റർ സ്റ്റാർട്ട് CPR. അതാണ് നമ്മുടെ ആ ഒരു മാനർ. അതായത് ഓൾറെഡി പൾസ് ഉണ്ട്, ബ്രീത്തിങ് മാത്രം ഇല്ലാത്തതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ബ്രീത്തിങ് ഇല്ല, ഒൺലി ഗ്യാസ്പിംഗ്, പൾസും ഫീൽ ചെയ്തിട്ടില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് CPR സ്റ്റാർട്ട് ചെയ്യുക. പെർഫോം സൈക്കിൾസ് ഓഫ് 30 compressions and 2 breaths. Now you got the compression ventilation ratio that is 30:2. 30 കംപ്രഷൻസ് കൊടുക്കുമ്പോൾ 2 വെന്റിലേഷൻ നമ്മൾ അവിടെ കൊടുക്കുക. ഉടനെ തന്നെ നമ്മുടെ എമർജൻസി ടീം അറേഞ്ച് ചെയ്യുന്നു. അവിടെ എന്ത് ചെയ്യും, നമ്മൾ റിതം ചെക്ക് ചെയ്യുന്നു. AED അറൈവ് ചെയ്ത് റിതം ചെക്ക് ചെയ്യുന്നു. ഷോക്കബിൾ റിതം ആണെങ്കിൽ ഷോക്ക് കൊടുക്കുന്നു. റിതം അവിടെ ഷോക്കബിൾ അല്ല എങ്കിൽ CPR വീണ്ടും കണ്ടിന്യൂ ചെയ്ത് ALS പ്രൊവൈഡേഴ്സ് വന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും മെഡിസിൻസ് ഒക്കെ ഇമ്മീഡിയറ്റ് മെഡിക്കൽ എമർജൻസി മെഡിസിൻസ് ഒക്കെ കൊടുത്ത് പേഷ്യൻറ്റ് സേവ് ചെയ്യുന്നു. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റൽ ഫെസിലിറ്റിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ദിസ് ഈസ് ദ പ്രോട്ടോകോൾസ് ഓഫ് CPR. എമർജൻസി റെസ്പോൺസ് ടീം എങ്ങനെയാണ് ആക്ട് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ പറഞ്ഞത്. ആദ്യം നമ്മൾ ചുരുക്കി പറഞ്ഞാൽ സീൻ സേഫ്റ്റി ആണോ നോക്കുന്നു, പേഷ്യൻ്റ് റെസ്പോണ്ട് ചെയ്യുന്നു നോക്കുന്നു, പേഷ്യൻ്റ് ബ്രീത്ത് ചെയ്യുന്നുണ്ടോ പൾസ് ഉണ്ടോ എന്ന് നോക്കുന്നു. ബ്രീത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ പൾസും ഉണ്ടെങ്കിൽ മോണിറ്റർ ചെയ്യുക. ബ്രീത്ത് ചെയ്യുന്നില്ല, പൾസ് ഉണ്ട് എങ്കിൽ അവിടെ ബ്രീത്തിങ് മാത്രം കൊടുക്കുക. റെസ്ക്യൂ ബ്രീത്തിങ് കൊടുക്കുക. ഓരോ 6 സെക്കൻഡിലും ഒരു ബ്രീത്ത് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റിൽ എത്ര ബ്രത്ത് കൊടുക്കും, 10 ബ്രത്ത് കൊടുക്കും. അല്ല 60 മിനിറ്റ് ആണ് അവിടെ വരുന്നത്, 10 ബ്രത്ത് കൊടുക്കും. അങ്ങനെ 2 മിനിറ്റ് കഴിയുമ്പോൾ ഓരോ 2 മിനിറ്റിലും ഇടയിൽ വെച്ചിട്ട് നമ്മൾ വീണ്ടും പൾസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. കാരണം ആദ്യം പൾസ് ഉണ്ടായിരുന്നിട്ട് പിന്നെ പൾസ് വെക്കൂടെ പോകാം. അതുകൊണ്ട് പൾസ് ഉണ്ടോ എന്ന് നോക്കുക. ഇനി പൾസ് ഇല്ല എങ്കിൽ ഉടൻ തന്നെ CPR സ്റ്റാർട്ട് ചെയ്യുക. നെക്സ്റ്റ് അടുത്ത മൂന്നാമത്തെ ചാൻസ് എന്ന് പറയുന്നത് ബ്രീത്തിങ്ങും ഇല്ല പൾസും ഇല്ല, ഒൺലി ഗ്യാസ്പിംഗ് ഈസ് ദർ. സോ ഇമ്മീഡിയറ്റ്ലി വി ഷുഡ് സ്റ്റാർട്ട് CPR. എമർജൻസി റെസ്പോൺസ് ടീം അവിടെ വരുന്നത് വരെ നമ്മളവിടെ CPR സ്റ്റാർട്ട് ചെയ്യുക. എങ്ങനെയാണ് അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്, കംപ്രഷൻ വെന്റിലേഷൻ റേഷ്യോ 30 കംപ്രഷൻ 2 വെന്റിലേഷൻ കൊടുക്കുക. അത് കഴിഞ്ഞ് AED എമർജൻസി ടീം അവിടെ അറൈവ് ആയി കഴിഞ്ഞ് റിതം നോക്കുന്നു. ഷോക്കബിൾ ആണെങ്കിൽ ഷോക്ക് കൊടുക്കാം, ഇല്ല എങ്കിൽ നോൺ ഷോക്കബിൾ ആണെങ്കിൽ അങ്ങനെ. അത് കഴിഞ്ഞ് കണ്ടിന്യൂ മാനേജ്മെന്റ് ചെയ്യുന്നു. ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ GCS സ്കോർ, ഗ്ലാസ്ഗോ കോമ സ്കെയിൽ സ്കോർ ഇഫ് എ പേഷ്യന്റ് ഈസ് ഓപ്പണിംഗ് ഐസ് ടു കോൾ. നമ്മൾ വിളിക്കുമ്പോൾ കണ്ണ് തുറക്കുന്നുണ്ട്, വേദന ലോക്കലൈസ് ചെയ്യുന്നുണ്ട്, എന്നാൽ കൺഫ്യൂസ്ഡ് ആണ്. അപ്പൊ നമുക്ക് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നെർവസ് സിസ്റ്റം ഡിസോർഡേഴ്സിൽ പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് GCS എന്ന് പറയുന്നത്. സോ ഇവിടെ ഐ റെസ്പോൺസ് നമ്മൾ E എന്നും മോട്ടോർ റെസ്പോൺസ് M എന്നും വെർബൽ റെസ്പോൺസ് V എന്നുമാണ് പറയുന്നത്. ഇതിൽ ഗ്ലാസ്ഗോ കോമ സ്കെയിൽ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിന്റെ വാല്യൂ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ദിസ് ഈസ് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ. അതായത് ഐ ഓപ്പണിംഗ് റെസ്പോൺസ്, വെർബൽ റെസ്പോൺസ്, മോട്ടോർ റെസ്പോൺസ്. ഐ ഓപ്പണിംഗ് റെസ്പോൺസ് നമ്മൾ സ്പോണ്ടേനിയസ്ലി അതിന്റെ പേഷ്യന്റ് അവിടെ കണ്ണ് തുറക്കുന്നുണ്ട്, സ്പോണ്ടേനിയസ്ലി തുറക്കുന്നുണ്ടെങ്കിൽ 4, സ്പീച്ചിന് മാത്രമാണെങ്കിൽ 3, പെയിനാണെങ്കിൽ വേദന കൊടുക്കുമ്പോൾ മാത്രമാണ് കണ്ണ് തുറക്കുന്നതെങ്കിൽ 2, നോ റെസ്പോൺസ് ആണെങ്കിൽ 1. ദർ ഈസ് നോ 0 സ്കോർ. ഗ്ലാസ്ഗോ കോമ സ്കെയിലിൽ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഇവിടെ 0 ഇല്ല, നിങ്ങളവിടെ 0 എന്നും എഴുതി വെക്കരുത്. സ്പോണ്ടേനിയസ്ലി ഓപ്പൺ ആകുന്നുണ്ടെങ്കിൽ 4 എന്നും, സ്പീച്ചിലാണെങ്കിൽ 3 എന്നും, പെയിനിലാണെങ്കിൽ 2 എന്നും, നോ റെസ്പോൺസ് ആണെങ്കിൽ 1 എന്നും കൊടുക്കുന്നു. ഇവിടെ പേഷ്യന്റ് ഓപ്പണിംഗ് ഐസ് ടു കോൾ, വിളിക്കുമ്പോൾ കണ്ണ് തുറക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് എന്താണ്, സ്പീച്ചിലാണ് കണ്ണ് തുറക്കുന്നത്. ദാറ്റ് മീൻസ് 3 ആണെന്ന് മനസ്സിലായി. നെക്സ്റ്റ് വെർബൽ റെസ്പോൺസ് നോക്കൂ. ഓറിയന്റഡ് ടു ടൈം, പ്ലേസ്, പേഴ്സൺ 5 ആണ് സ്കോറ്. ഇവിടെ അടുത്ത് കൺഫ്യൂസ്ഡ് ആണെങ്കിൽ 4 ആണ്, ഇൻഅപ്രോപ്രിയേറ്റ് വേർഡ്സ് ആണെങ്കിൽ 3 ആണ്, ഇൻകോംപ്രിഹെൻസിബിൾ സൗണ്ട് ആണെങ്കിൽ 2 ആണ്, നോ റെസ്പോൺസ് ആണെങ്കിൽ 1 ആണ്. ഇവിടെ ഐ ഓപ്പണിംഗ് റെസ്പോൺസിൽ മാക്സിമം സ്കോർ 4 ആയിരുന്നെങ്കിൽ ഇവിടെ വെർബൽ റെസ്പോൺസിൽ 5 ആണ് മാക്സിമം സ്കോർ എന്ന് പറയുന്നത്. വെർബൽ റെസ്പോൺസ് എത്രയാണ്,
5 ആണ് മാക്സിമം. പക്ഷെ ഇവിടെ എന്താ നമ്മുടെ പേഷ്യൻ്റ് എന്താണ്, ഇറ്റ് ഈസ് കൺഫ്യൂസ്ഡ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വരുന്നത്, 4 പറഞ്ഞത്. V4 ആണ് വരുന്നത് അല്ലേ. E3 ആയി V4 ആണ് വരുന്നത്. ഇനി നമുക്ക് മോട്ടോർ റെസ്പോൺസ് നോക്കാം. മോട്ടോർ റെസ്പോൺസ് നമ്മൾ പറയുന്ന അനുസരിച്ച് കൈയും കാലും ഉയർത്തുകയും താഴ്ത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ 6 എന്നും, എന്നാൽ അവിടെ പെയിൻ മാത്രം ലോക്കലൈസ് ചെയ്തിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ 5 എന്നും, അവിടെ പെയിൻ വരുമ്പോൾ ഫ്ലക്ഷൻ അല്ലെങ്കിൽ വിഡ്രോവൽ മാത്രമാണ് ഉള്ളതെങ്കിൽ 4 എന്നും, അബ്നോർമൽ ഫ്ലക്ഷൻ ആണുള്ള ഡീകോർട്ടിക്കേറ്റ് ആണെങ്കിൽ 3 എന്നും, അബ്നോർമൽ എക്സ്റ്റൻഷൻ ഡീസെറിബ്രേറ്റ് ആണുള്ളെങ്കിൽ 2 എന്നും, നോ റെസ്പോൺസ് ആണെങ്കിൽ 1 എന്നും കൊടുക്കുന്നു. സോ ഇവിടെ നമ്മുടെ പേഷ്യൻ്റ് എന്താണ്, ലോക്കലൈസ്ഡ് പെയിൻ ആണ് അല്ലെ, ലോക്കലൈസസ് പെയിൻ ആണ്. സോ ഇറ്റ് വിൽ ബി M5, E3, M5, V4. സോ ഇതിന് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇതിൽ എങ്ങനെയാണ് നമ്മൾ എത്തിച്ചേർന്നത്, നമുക്ക് ഈ ഗ്ലാസ്ഗോ കോമൽ സ്കെയിൽ അറിയണം. ഇതുപോലെ ഏത് സാഹചര്യത്തിൽ പേഷ്യൻ്റെ ഓപ്പണിംഗ് റെസ്പോൺസും വെർബൽ റെസ്പോൺസും മോട്ടോർ റെസ്പോൺസും ഇതിൽ ഏത് ഫൈൻഡിങ്സ് വെച്ച് തന്നാലും സ്കോർ ഇടാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, E3, V4, M5 എന്നുള്ള റെസ്പോൺസ് നമ്മളെ കിട്ടി. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നതാണ്, ഗ്ലാസ്ഗോ കോമ സ്കെയിലിന്റെ ടോട്ടൽ സ്കോർ മാക്സിമം എത്രയാണ്, ദാറ്റ് ഈസ് 15. അതായത് ഇവിടെ 4, ഇവിടെ 5, ഇവിടെ 6, ടോട്ടലി അത് 15 ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഏറ്റവും 100% ഐ ഓപ്പണിംഗ് റെസ്പോൺസ്, 100% വെർബൽ റെസ്പോൺസ്, 100% മോട്ടോർ റെസ്പോൺസ് ഉണ്ടെങ്കിൽ ബെസ്റ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത് 15 ആണ്. ഇനി കൊമറ്റോസ്ഡ് ആയിട്ടുള്ള കോമയിലുള്ള പേഷ്യൻസ് ആണെങ്കിൽ അത് 8 15 എന്നുള്ള സ്കോറിന് പകരം 8 അതിന് താഴെയോ ആയിട്ട് മാറും. ഇനി ടോട്ടലി അൺറെസ്പോൺസ്ഡ് ആയിട്ടുള്ള പേഷ്യൻ്റ്, ഒന്നും ഒരു റെസ്പോൺസ് ഇല്ലാത്ത പേഷ്യൻ്റ് ആണെങ്കിൽ കൂടെ അവിടെ സ്കോർ എന്ന് പറയുന്നത് 0 ആണ്. കാരണം ഇവിടുത്തെ ഏറ്റവും കുറഞ്ഞ സ്കോർ 1 ആണ്. 1 + 1 2, 2 + 1 3 ആണ് അവിടുത്തെ മിനിമം സ്കോർ. മാക്സിമം സ്കോർ 15ഉം മിനിമം സ്കോർ 3. ഓക്കെ, അണ്ടർസ്റ്റുഡ്. അപ്പൊ ഇതാണ് ഈ ഒരു ഗ്ലാസ്ഗോ കോമ സ്കെയിലിനെ കുറിച്ച് പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇത് ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. 25ാമത്തെ ക്വസ്റ്റ്യൻ, എ ലൈഫ് ത്രെഡനിങ് കോംപ്ലിക്കേഷൻ ഓഫ് ഇമ്മൊബിലിറ്റി. മൂവ്മെന്റ് ഇല്ല, മൊബിലിറ്റി ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ, അവിടെ ഉണ്ടാകാവുന്ന പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാറുണ്ട്. ഇമ്മൊബിലിറ്റി ആകുമ്പോൾ അവിടെ പ്രഷർ അൾസർ ഉണ്ടാകാം, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാകാം, പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം. അതിൽ ലൈഫ് ത്രെഡനിങ്, ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകാവുന്ന ഒരു കോംപ്ലിക്കേഷൻ എന്താണ്? ഓപ്ഷൻ എ പൾമണറി എംബോളിസം, ഓപ്ഷൻ ബി പൾമണറി എഡിമ, ഓപ്ഷൻ സി ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ബ്ലീഡിംഗ്, ഓപ്ഷൻ ഡി യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. ഇവിടെ തന്നിക്കുന്ന 4 ഓപ്ഷനിൽ ഏതായിരിക്കാം ആ ലൈഫ് ത്രെഡനിങ് കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ? ഓപ്ഷൻസിൽ ഇവിടെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഇറ്റ്സ് നോട്ട് എ ലൈഫ് ത്രെഡനിങ് കണ്ടീഷൻ, ഇറ്റ് ക്യാൻ ബിക്കം എ ലൈഫ് ത്രെഡനിങ് കണ്ടീഷൻ. അല്ലെ, അതിന്റെ കോംപ്ലിക്കേഷൻസ് രൂപപ്പെട്ട് കഴിഞ്ഞാൽ അത് ജീവന് തന്നെ ആപത്തുള്ള കണ്ടീഷൻസ് ആയി മാറാം. ബട്ട് സ്റ്റിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഇറ്റ്സ് നോട്ട് എ ലൈഫ് ത്രെഡനിങ് കംപ്ലീഷൻ ഓർ കോംപ്ലിക്കേഷൻ. നെക്സ്റ്റ് വൺ, ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ബ്ലീഡിംഗ്. യെസ്, ഇറ്റ് ആക്ച്വലി ഇമ്മൊബിലിറ്റി കാരണം ബ്ലീഡിങ് അധികം ചാൻസ് ഇല്ല, വളരെ റെയർ ആയിട്ട് മാത്രം കാണപ്പെടുന്നതാണ്. പൾമണറി എഡിമ ഉണ്ടാകാം, ഇമ്മൊബിലിറ്റി കാരണം എഡിമ ഉണ്ടാകാം. പക്ഷെ അതിനേക്കാളൊക്കെ ഏറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രോണിക് ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ ഇവിടെ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് പൾമണറി എംബോളിസം. ഇമ്മൊബിലിറ്റി കാരണം നമ്മുടെ ലോവർ ലിംസിലുള്ള ബ്ലഡ് സപ്ലൈ കുറയുന്നത് കാരണം, അല്ലെങ്കിൽ അതിൻ്റെ മൂവ്മെന്റ് ബ്ലഡിന്റെ ഫ്ലോയുടെ റേറ്റ് കുറയുന്നത് കാരണം അവിടെ ക്ലോട്ടുകൾ ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. DVT ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ, DVT ഡീപ് വെയിൻ ത്രോംബോസിസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ത്രോംബോസിസ് അല്ലെങ്കിൽ ആ ത്രോംബസ്, ആ ക്ലോട്ട് സർക്കുലേഷനിലൂടെ സ്ലോലി അത് മൂവ് ചെയ്ത് ഹാർട്ടിലോട്ടോ അല്ലെങ്കിൽ ലങ്സിലോട്ടോ എത്തിച്ചേരാനും അതവിടെ ബ്ലോക്ക് സൃഷ്ടിക്കാനും ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അത് എംബോളിസം ക്രിയേറ്റ് ചെയ്യുന്നതിന് കാരണം ആകാം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഇമ്മൊബിലിറ്റിയുടെ ഒരു ലൈഫ് ത്രെഡനിങ് കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓപ്ഷൻ എ പൾമണറി എംബോളിസം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇവിടെ ഞാൻ ഈ ഒരു ചാർട്ടിൽ ഇമ്മൊബിലിറ്റിയുടെ കോംപ്ലിക്കേഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതായത് റെസ്പിറേറ്ററി കോംപ്ലിക്കേഷൻസ് എന്തൊക്കെ ഉണ്ടാകുന്നു, അതിന് നമുക്ക് നഴ്സസിന്റെ സൈഡിൽ എന്തൊക്കെ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഇന്റർവെൻഷൻസ് നടപ്പിലാക്കാം, കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിന്റെ കോംപ്ലിക്കേഷൻസ്, ഇന്റർഗമെന്ററി സിസ്റ്റം, ജെനിറ്റോ യൂറിനറി സിസ്റ്റം, GI ട്രാക്ട്, മസ്കുലോസ്കെൽറ്റൽ, സൈക്കോളജിക്കൽ കോംപ്ലിക്കേഷൻ, ഇമ്മൊബിലിറ്റി മൂവ്മെന്റ് ഇല്ലാതെ പേഷ്യൻസിന് അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഓരോ വ്യക്തിക്കും അങ്ങനെ വരുമ്പോൾ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം എന്നുള്ളത്. ഇതിൽ തന്നെ ഇമ്മൊബിലിറ്റിയിൽ പ്രഷർ അൾസർ കറക്റ്റ് ചെയ്ത്
കണക്ട് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് പ്രഷർ അൾസർ, അതിൻ്റെ ടൈപ്സ്, അതിൻ്റെ മാനേജ്മെൻറ്റ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ്, ഇതൊക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷൻ തന്നെയാണ് ഈ ഇമ്മൊബിലിറ്റി എന്ന് പറയുന്നത്. അതും ഒന്ന് ഫോക്കസ് ചെയ്യാം. ഓക്കെ, ഈ പ്രാവശ്യത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നത് വളരെ നെഗ്ലക്റ്റഡ് ആയിട്ട് നമ്മൾ കളയുന്ന ചില ഏരിയകളിൽ നിന്നാണ് ഇവർ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിച്ചിരിക്കുന്നത്. അതും ഇച്ചിരി കൺഫ്യൂസ് ആകുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് നിൽക്കുന്നത്. നമ്മൾ പെട്ടെന്ന് എക്സാമിന് ഇപ്പോൾ നമുക്ക് വായിക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് എല്ലാം ഈസി ആണെന്ന് തോന്നും. പക്ഷേ എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് എക്സാമിൻ്റെ ആ ഒരു ടെൻഷനിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ, ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ നമ്മൾ ഈ 4 ഓപ്ഷനിൽ സിംപ്ലി നമ്മൾ ഡയറക്റ്റ്ലി ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിരിക്കും എടുത്തെഴുതുക. പക്ഷെ അതൊരിക്കലും അവിടെ കറക്റ്റ് ആകത്തുമില്ല. നമ്മൾ ആ ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്നും നോക്കിയിട്ടും ഉണ്ടാകത്തില്ല. അപ്പോൾ മോസ്റ്റ്ലി അവിടെ തെറ്റിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ വരരുത്. ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിട്ട് വായിക്കുക, ഓരോ വേർഡ്സും വായിക്കുക, അതിൽ നിന്ന് മനസ്സിലാക്കി അതിൽ കറക്റ്റ് ഓപ്ഷനിലോട്ട് എത്തിച്ചേരുക. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത 25 ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അതിൽ പല ക്വസ്റ്റ്യൻസിൽ നമുക്ക് പെട്ടെന്ന് 2 ഓപ്ഷൻസ് സിമിലർ ആയിട്ട് യെസ് ദിസ് ബോത്ത് ക്യാൻ ബി ആൻസർ എന്ന് തോന്നുന്നതുണ്ടായിരുന്നു. ഫസ്റ്റ് റീഡിങ്ങിൽ നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു. എന്നാൽ ഒന്നുകൂടെ നമ്മളൊന്ന് നന്നായിട്ട് സ്ട്രെസ് ചെയ്ത് വായിച്ച് 4 ഓപ്ഷൻസ് ഒന്ന് എലിമിനേഷൻ മെത്തേഡുകളിലൂടെ പലതും നമ്മൾ എലിമിനേറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് കറക്റ്റ് ഓപ്ഷനിലോട്ട് എത്തിച്ചേരാൻ പറ്റുകയും ചെയ്യും. സോ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, ഓവർ കോൺഫിഡൻസ് പാടില്ല. സമയമെടുത്ത് തന്നെ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുക. ഒരുപാട് സമയം എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലിമിറ്റഡ് ടൈം എക്സാമിന് തന്നിട്ടുള്ളൂ. അതിനുള്ളിൽ വെച്ച് നമുക്ക് എക്സാം കംപ്ലീറ്റ് ചെയ്യണം. സോ അവിടെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് മാക്സിമം എത്രത്തോളം നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രയും വായിച്ച് പ്രാക്ടീസ് ചെയ്യുക. സ്വന്തമായിട്ട് ആൻസേഴ്സ് കണ്ടെത്തുക. ആ തിയറി ടോപ്പിക്കുകൾ ഏതാണ് അതൊന്ന് റീഡ് ചെയ്യാനും ശ്രമിക്കുക. 26ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ക്രാനിയൽ നെർവ് ഈസ് ഇവാലുവേറ്റഡ് ബൈ ആസ്കിംഗ് ദ പേഷ്യന്റ് ടു സ്മൈൽ, ഫ്രൗൺ ആൻഡ് റേസ് ആൻഡ് ലോവർ ദ ഐബ്രോസ് റേസ് ചെയ്യാനും ലോവർ ചെയ്യാനും ചിരിക്കാനും ഒക്കെ പറഞ്ഞ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ന്യൂറോളജിക്കൽ അസസ്മെൻറ്റ്, അത് നമ്മുടെ ക്രാനിയൽ നെർവ് അസസ്മെൻറ്റ് നടത്തുന്ന സമയത്ത് ചിരിക്കുകയും ഫ്രൗൺ ചെയ്യുകയും ഐബ്രോസ് റേസ് ചെയ്യുകയും ലോവർ ചെയ്യുകയും ചെയ്ത് നമ്മൾ അസസ്മെൻറ്റ് നടത്തുന്നത് ഏത് ക്രാനിയൽ നെർവാണ്? 12 ജോഡി ക്രാനിയൽ നെർവ്സ് നമുക്കുണ്ട്. ബ്രെയിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നെർവ്സിനെയാണ് ക്രാനിയൽ നെർവ്സ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് 12 പെയർ ക്രാനിയൽ നെർവ്സ് ആണുള്ളത്. അവയുടെ ലിസ്റ്റും അതിൻ്റെ ഓരോന്നിൻ്റെ ഒറിജിനും അതിൻ്റെ ഓരോന്നിൻ്റെ ഫങ്ഷൻസും, വെദർ ഇറ്റ് ഇസ് എ മോട്ടോർ നെർവ് ഓർ സെൻസറി നെർവ് ഓർ എ മിക്സ്ഡ് നെർവ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എങ്ങോട്ട് സപ്ലൈ ചെയ്യുന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഫങ്ഷൻസ് ഇമ്പോർട്ടൻ്റ്. അതിൽ ഓരോ പോയിന്റുകളിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം നമ്മൾ ഈ ഏരിയകളെല്ലാം നോക്കി വന്നപ്പോഴാണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന എക്സാമിൽ ചോദിക്കുന്നത് ക്രാനിയൽ അസസ്മെൻ്റ് ആണ്. ക്രാനിയൽ നെർവ്സ് ഓരോന്നും പ്രോപ്പർലി ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള അസസ്മെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അതെങ്ങനെ ഓരോ ക്രാനിയൽ നെർവ്സും എങ്ങനെ ഏത് മെത്തേഡിലൂടെ അസസ് ചെയ്യുന്നു എന്ന് നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്രാനിയൽ നെർവ്സ് ട്രൈജെമിനൽ നെർവാണോ, ഒക്കുലോമോട്ടോർ നെർവാണോ, ഫേഷ്യൽ നെർവാണോ, ഹൈപ്പോഗ്ലോസൽ നെർവാണ്? ഇതിൻ്റെ ആൻസർ പറയുന്നതിന് മുന്നേ നമുക്ക് അതിൻ്റെ ക്രാനിയൽ നെർവിൻ്റെ അസസ്മെൻറ്റ് നോക്കാം. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള കാര്യമാണിത്. നിങ്ങൾക്കൊന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ ഈ ഒരു ചാർട്ട് തരുന്നത്. നമുക്കിവിടെ 12 നെർവ്സ് പഠിക്കാനുണ്ട് അല്ലേ? അതിൽ ഓരോ നെർവ്സ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ നെർവ് ഓൾഫാക്ടറി നെർവ്, സ്മെല്ല്. അവിടെ പേഷ്യൻറ്റിനോട് നമ്മൾ എന്ത് ചെയ്യുന്നു? എന്തെങ്കിലും ഒരു സ്മെല്ല്, പൂക്കളോ അല്ലെങ്കിൽ കാപ്പിപ്പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മണക്കാൻ പറ്റിയൊരു വസ്തു എന്ത് ചെയ്യുന്നു? ആ പേഷ്യൻ്റെ നോസിനടുത്ത് കൊണ്ടുവരുന്നു. കണ്ണടച്ചു വെച്ചിട്ടാണ് ഇത് മണക്കാൻ പറയുന്നത്. എന്ത് മണമാണെന്ന് പറയാൻ പറയുന്നു. അപ്പോൾ അത് മണക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഓൾഫാക്ടറി ഫംഗ്ഷൻ ആണെന്ന് പറയാം. അതുപോലെ ഓപ്റ്റിക് നെർവ് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. പേഷ്യൻ്റ് പെർഫോം സ്നെല്ലൻ ചാർട്ട് ഉപയോഗിച്ച് നമ്മൾ വിഷ്വൽ അക്യൂട്ടി അവിടെ ചെക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ വിഷ്വൽ ഫീൽഡ് ടെസ്റ്റും ചെയ്യാം. അവിടെ അവരോട് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ഓക്കെ ആണെങ്കിൽ അവിടെ അത് ടെസ്റ്റ് ചെയ്യുന്നു. അവിടെ ഒപ്റ്റിക് നെർവ് പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒക്കുലോമോട്ടോർ, eyelid movement, pupil size and reactivity. Use a pen light to assess for പെർല നിങ്ങൾക്ക് അറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. പെർല അസസ്മെന്റ് നടത്തുന്നത് പെൻ ലൈറ്റ് ഉപയോഗിച്ച് പെർല അസസ്മെന്റ് നടത്തി കണ്ണിനെ ടെസ്റ്റ് ചെയ്യുന്നതാണ്. ഒക്കുലോമോട്ടോർ നെർവ് കറക്റ്റ് ആണോ നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ അസസ്മെന്റിൽ ഒക്കുലോമോട്ടോർ ക്യാൻസൽ ചെയ്യാം. കാരണം ഇതല്ല ഇപ്പൊ പറഞ്ഞ മെത്തേഡ് അല്ലെ, നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന മെത്തേഡ് ഈ പെൻ ലൈറ്റ് യൂസ് ചെയ്യുന്നതല്ല. അടുത്ത രണ്ടാമത്തത് എന്താണ്? അടുത്ത 4ാമത്തെ നെർവ് ട്രോക്ലിയർ ആണ്. ഐ മൂവ്മെന്റ് ഡൗൺ ആൻഡ് ലാറ്ററൽ. ആസ്ക് ദ പേഷ്യന്റ് ടു ഫോളോ പെൻ ലൈറ്റ് മൂവ്മെന്റ് വിത്ത് ഐസ് ആൻഡ് മൂവ് ഡൗൺ ആൻഡ് ലാറ്ററലി. പേഷ്യന്റിനോട് എന്ത് പറയുന്നു? ആ പെൻ ലൈറ്റ് വെച്ചിട്ട് നമ്മൾ അവരോട് ആ സൈഡിലോട്ടും താഴോട്ടും മുകളിലോട്ടും ഒക്കെ ഒന്ന് നോക്കാനവിടെ പറഞ്ഞു. ഡൗൺ ആൻഡ് ലാറ്ററലി, താഴോട്ടും ലാറ്ററലി മൂവ് ചെയ്യാൻ ഐബോൾ പെൻ ലൈറ്റ് വെച്ചിട്ട് നമ്മൾ മൂവ് ചെയ്യാൻ പറയുന്നു. ഇതാണ്
ട്രൊക്ലിയർ ഉണ്ട്. അപ്പൊ അതുമല്ല നമ്മുടെ അസസ്മെന്റ്. നമ്മുടെ അസസ്മെന്റ് എന്താ, ചിരിക്കാൻ പറയുന്നുണ്ട്, പിന്നെ ഐബ്രോസ് ആണ് റേസ് ചെയ്യാൻ ലോവർ ചെയ്യാനും പറയുന്നത് അല്ലെ. അപ്പൊ ട്രൈജെമിനൽ അല്ല, ട്രൊക്ലിയർ അല്ലേ ഇവിടുത്തെ ക്വസ്റ്റ്യനിലുള്ളത്. അപ്പൊ ട്രൈജെമിനൽ അവിടെ ഉണ്ട്, ട്രൊക്ലിയർ അല്ല. നെക്സ്റ്റ് അടുത്തത് ട്രൈജെമിനൽ ആണ്. ച്യൂവിങ് ആൻഡ് ഫേഷ്യൽ സെൻസേഷൻ. ഹാവ് പേഷ്യന്റ് ക്ലോസ് ഐസ്, ടച്ച് ചീക്സ്, ചിൻ ആൻഡ് ഫോർഗട്ട് വിത്ത് കോട്ടൺ ബോൾ. കണ്ണടച്ച് വെച്ചിട്ട് പേഷ്യന്റ് കവിളിലും താടിയലിലും ചീക്കിലും ഒക്കെ എന്ത് ചെയ്യുക, കോട്ടൺ ബോൾ വെച്ച് ടച്ച് ചെയ്യുക. ആസ് ദ പേഷ്യന്റ് നോട്ടിഫൈഡ് വെൻ ദേ ഫീൽ എനി സെൻസേഷൻ. നമ്മൾ ഈ കോട്ടൺ വെച്ചിട്ട് ടച്ച് ചെയ്യുന്നത് അവരെപ്പോഴാണ് എവിടെയാണ് ഫീൽ ചെയ്യുന്നത് പറയുക. ഇത് ടെസ്റ്റ് ചെയ്യുന്നതാണ് ട്രൈജെമിനൽ. സോ അതും നമുക്ക് അവിടെ ആ ഓപ്ഷൻ എ അവിടെ ക്യാൻസൽ ആകാം. നെക്സ്റ്റ് നമ്മൾ അടുത്ത് പറയുന്നത് ആസ് ദ പേഷ്യന്റ് ടു follow penlight movement with the eyes and more laterally and diagonally. കുറച്ചുകൂടി ഡൈവേർഷൻ, ലാറ്ററൽ വിഷൻ നമ്മൾ നോക്കാൻ വേണ്ടി, ലാറ്ററൽ ഐ മൂവ്മെന്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് മോർ ലാറ്ററലിയും ഡയഗണലിയും നമ്മൾ അവരോട് മൂവ് ചെയ്യാൻ പറയുക, അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്നത്. ആസ് ദ പേഷ്യന്റ് ഫോളോ പെൻലൈറ്റ് മൂവ്മെന്റ്. പെൻലൈറ്റ് എങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്നുണ്ടോ അങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാൻ നോക്കാൻ പറയുക. ഐബോൾ മൂവ് ചെയ്യാൻ പറയുക. ലാറ്ററലിയും ഡയഗണലിയും ചെക്ക് ചെയ്യുന്നത്. ദാറ്റ് ഈസ് അബ്ഡസൻസ്. ഓപ്ഷനിൽ അബ്ഡസൻസ് ഇല്ല. നെക്സ്റ്റ് നെർവാണ്, ഏഴാമത്തെ നെർവ്, ഫേഷ്യൽ എക്സ്പ്രഷൻ. ആസ്ക് പേഷ്യന്റ് ടു ഫ്രൗൺ, സ്മൈൽ, റേസ് ഐബ്രോസ്, പുൾ ചീക്സ്, ക്ലോസ് ഐ ലൈറ്റ്ലി. ഹിയർ ഈസ് അവർ പോയിന്റ്. നമ്മുടെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞത്? ആസ് ദ പേഷ്യന്റ് സ്മൈൽ, ഫ്രൗൺ, റേസ് ആൻഡ് ലോവർ ദ eyebrows. And here we are checking which cranial nerve, that is facial nerve. So here we got the correct option C, facial nerve. You understood? ഇങ്ങനെ ഇതിപ്പോൾ ഇവിടെ നമ്മൾ 7 നെർവ് പഠിച്ചിട്ടുള്ളൂ. നിങ്ങൾ ഇവിടെ പഠിക്കേണ്ടത് 12 ജോഡി നെർവ്സിന്റെ 12 ക്രേനിയൽ നെർവ്സിന്റെയും അസസ്മെന്റ് ഏത് മെത്തേഡാണെന്ന് നോക്കി വെക്കുക. ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാമെന്നുള്ള ഒരു പോയിന്റ് നോട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് 27ാമത്തെ ക്വസ്റ്റ്യൻ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അനദർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് ABG അനാലിസിസ്. ആസിഡ് ബേസ് ഇംബാലൻസ്. അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ABG അനാലിസിസ് നടത്താറുണ്ട്. ഇവിടെ ഒരു പേഷ്യന്റ് ABG ആണ് തന്നിരിക്കുന്നത്. ABG വാല്യൂ മനസ്സിലാക്കി എന്ത് പ്രോബ്ലം അല്ലെങ്കിൽ ഇപ്പൊ ഏത് സ്റ്റേജ് ആണെന്ന് മനസ്സിലാക്കുക. PH പേഷ്യന്റിന് 7.35 ആണ്. PaO2 പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ 95 ആണ്. PCO2 49 ആണ്. ബൈകാർബണേറ്റ് 30 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പേഷ്യന്റ് റെസ്പിറേറ്ററി അസിഡോസിസ് ആയിരുന്നു, പക്ഷെ അത് കോമ്പൻസേറ്റഡ് ആയി. അതാണോ അതോ റെസ്പിറേറ്ററി അസിഡോസിസ് പാർഷ്യലി കോമ്പൻസേറ്റഡ് ആണോ, മെറ്റബോളിക് അസിഡോസിസ് കോമ്പൻസേറ്റഡ് ആണോ, മെറ്റബോളിക് അസിഡോസിസ് പാർഷ്യലി കോമ്പൻസേറ്റഡ് ആണോ? നമുക്കിതിൽ എപ്പോഴും 2 ഓപ്ഷൻസ് നമുക്ക് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാം. എങ്ങനെ? ആദ്യം നമ്മൾ PH ചെക്ക് ചെയ്യുന്നു. 7.35. ഇറ്റ് ഇസ് നോർമൽ. PH നോർമൽ ആയി കഴിഞ്ഞാൽ അവിടെ എന്ത് അസിഡോസിസോ ആൽക്കലോസിസോ എന്ത് തന്നെയായാലും അതിവിടെ കോമ്പൻസേറ്റഡ് ആയി കഴിഞ്ഞു എന്നർത്ഥം. അല്ലെങ്കിൽ അവിടെ യാതൊരുവിധ പ്രശ്നവും ഇല്ല എന്നർത്ഥം അല്ലെ. എന്തോ ഉണ്ടായിരുന്നെങ്കിൽ അത് കോമ്പൻസേറ്റ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ യാതൊരുവിധ പ്രശ്നവും ഇല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നോർമൽ ABG ആണെങ്കിൽ PH നോർമൽ ആയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുള്ള 2 കോമ്പൻസേറ്റഡും 2 പാർഷ്യലി കോമ്പൻസേറ്റഡ് ആണ്. അപ്പൊ ഇതിൽ നമുക്ക് ഇവിടെ ഈ ഒരു PH നിന്ന് എന്ത് മനസ്സിലാവും? ഇറ്റ് ഇസ് കോമ്പൻസേറ്റഡ്, കംപ്ലീറ്റ്ലി കോമ്പൻസേറ്റഡ്. നമുക്ക് അവിടെ 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാം. പാർഷ്യലി കോമ്പൻസേറ്റഡ് ആണെന്നുള്ള 2 ഓപ്ഷൻസ് അവിടെ എലിമിനേറ്റ് ചെയ്യാം. എങ്കിൽ അടുത്ത് നമുക്ക് നോക്കേണ്ടത് മെറ്റബോളിക് അസിഡോസിസ് ആണോ റെസ്പിറേറ്ററി അസിഡോസിസ് ആണോ എന്നുള്ളതാണ്. ഇവിടെ പേഷ്യന്റിന് റെസ്പിറേറ്ററി അസിഡോസിസ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ഇതിന്റെ കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കുക തന്നെ ചെയ്യണം. നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഈ ചാർട്ട് നോക്കൂ. ഇതിനെക്കുറിച്ചും ABG അനാലിസിസിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ആൻസർ കണ്ടെത്താം എന്നുള്ളത് ഈ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ് അല്ല, നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ പ്രത്യേകിച്ച് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, നോർമൽ വാല്യൂസ് ആണ് ആദ്യത്തെ ചാർട്ടിൽ കൊടുത്തിരിക്കുന്നത്. PH 7.35 7.45 ഇടയ്ക്കാണെങ്കിൽ PH നോർമൽ ആണ്, അതായത് ഫുള്ളി കോമ്പൻസേറ്റഡ് ആണ്, ABG നോർമൽ ആണ്, ഓക്കെ ആണ് എന്നർത്ഥം. ഇനി PCO2 നോർമലി എത്രയാണ് പേഷ്യന്റ് വേണ്ടത്? 35 45 ഇടയിലാണ്. അങ്ങനെയാണെങ്കിൽ PaCO2 നോർമൽ ആണ്. ഇനി ഇതിൽ വ്യത്യാസം, PaCO2 കുറവാകാം, അല്ലെങ്കിൽ PaCO2 45 കൂടുതലാകാം. അടുത്തത് ബൈകാർബണേറ്റ് ആണ്. 22 26 ഇടയിലാണ്. ദിസ് ഈസ് നോർമൽ ലെവൽ ഓഫ് ബൈകാർബണേറ്റ്, 22 26 ഇടയിൽ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ബാക്കി പറയുന്നതിന് മുന്നേ നമ്മുടെ പേഷ്യന്റെ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. PH ഇറ്റ് ഈസ്
നോർമൽ ആണ്, പേഷ്യന്റ് നോർമൽ ആണ്. PCO2 എവിടെയാണ്? 49 ആണ്. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ്. ഇത് നോർമൽ ആണ്. ഇനി അടുത്തെന്താണ്? PCO2 അവിടെ ഇൻക്രീസ്ഡ് ആണ്. ബൈകാർബണേറ്റ് 30 ആണുള്ളത്, അതും അവിടെ ഇൻക്രീസ്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്ത് മനസ്സിലായി? സം അസിഡോസിസ് വാസ് ദെയർ ആൻഡ് ദാറ്റ് ഈസ് കറക്റ്റഡ് ബൈ സം അതർ സിസ്റ്റം. ഇവിടെ റെസ്പിറേറ്ററി അസിഡോസിസ് ആണെങ്കിൽ മെറ്റബോളിക്കലി അത് കറക്റ്റ് ചെയ്യും. മെറ്റബോളിക് അസിഡോസിസ് ആണെങ്കിൽ അത് റെസ്പിറേറ്ററി അവിടെ കറക്റ്റ് ചെയ്യും, അല്ലെ? അപ്പൊ അതാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. റെസ്പിറേറ്ററി അസിഡോസിസും മെറ്റബോളിക് അസിഡോസിസും. ഇനി നിങ്ങൾ ഇവിടെ ഓപ്ഷനിൽ നോക്കൂ, 4 ഓപ്ഷനിലും അസിഡോസിസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പേഷ്യന്റിന് അസിഡോസിസ് ആണ് കണ്ടീഷൻ എന്നറിയാം, അല്ലെ? മെറ്റബോളിക് അസിഡോസിസോ അല്ലെങ്കിൽ റെസ്പിറേറ്ററി അസിഡോസിസോ ആണെന്നറിയാം. അപ്പൊ റെസ്പിറേറ്ററി അസിഡോസിസ് ആണെങ്കിൽ എന്ത് കോമ്പൻസേഷൻ ആണ് നടക്കുന്നത്? PCO2 അല്ലെങ്കിൽ റെസ്പിറേറ്ററി അസിഡോസിസ് ആണ് സംഭവിക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും അവിടെ കോമ്പൻസേഷൻ നടക്കുന്നത്? റെസ്പിറേറ്ററി അസിഡോസിസ് എന്ന് പറയുമ്പോൾ പേഷ്യന്റിന് അവിടെ എന്തായിരിക്കും സംഭവിക്കുക? ഈ ഒരു സെക്ഷൻ നോക്കിയാൽ മതി. റെസ്പിറേറ്ററി അസിഡോസിസ് എന്ന് പറയുമ്പോൾ അവിടെ PCO2 കൂടി നിൽക്കുകയാണ്, അതായത് അസിഡിറ്റി അവിടെ കൂടി നിൽക്കുന്നു. അതിന് കാരണം റെസ്പിറേറ്ററി പ്രോബ്ലംസ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ ആ കൂടി നിൽക്കുന്ന അസിഡിറ്റിയെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആൽക്കലിനിറ്റി അവിടെ കൂട്ടണം. അതിന്റെ അർത്ഥം എന്താണ്? ബൈകാർബണേറ്റിന്റെ അളവ് അവിടെ കൂടണം. അതായത് ഇതാണ് റെസ്പിറേറ്ററി അസിഡോസിസിന്റെ compensation. Respiratory acidosis, that means PCO2 increased. To decrease this acidity, again bicarbonate also increases. കാരണം ബൈകാർബണേറ്റ് എന്ന് പറഞ്ഞാൽ ആൽക്കലൈൻ സബ്സ്റ്റൻസ് ആണ്. അതിന്റെ ലെവൽ കൂടുന്തോറും അസിഡിറ്റി കുറയും. ഇത് കോമ്പൻസേഷൻ. ഓക്കെ, റെസ്പിറേറ്ററി അസിഡോസിന്റെ കോമ്പൻസേഷൻ. ഇനി നമുക്ക് മെറ്റബോളിക് അസിഡോസിസ് നോക്കാം. മെറ്റബോളിക് അസിഡോസിസ് എന്ന് പറഞ്ഞാൽ അവിടെ ബൈകാർബണേറ്റ് ആൽക്കലിനിറ്റി തരുന്ന ബൈകാർബണേറ്റിന്റെ അളവ് അവിടെ കുറഞ്ഞു പോയി. അവിടെ ബൈകാർബണേറ്റിന്റെ അളവ് അവിടെ കുറഞ്ഞു പോയിട്ടാണ് മെറ്റബോളിക് അസിഡോസിസ് ഉണ്ടാകുന്നത്. അപ്പോൾ അതവിടെ ആ ആൽക്കലിനിറ്റി കുറഞ്ഞ് അസിഡോസിസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കൂട്ടാൻ വേണ്ടി റെസ്പിറേഷനിൽ എന്ത് സംഭവിക്കും? റെസ്പിറേഷനിൽ അവിടെ അസിഡോസിസ് കുറയ്ക്കാൻ വേണ്ടി PCO2ന്റെ അളവ് അവിടെ കുറയ്ക്കും. അണ്ടർസ്റ്റുഡ്? ഒന്നുകൂടി ശ്രദ്ധിക്കുക, റെസ്പിറേറ്ററി അസിഡോസിന് കാരണം PCO2 കൂടുന്നതാണ്. അവിടെ റെസ്പിറേറ്ററി അസിഡോസിസ് PCO2 കൂടി അസിഡിറ്റി കൂടുമ്പോൾ അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി ബൈകാർബണേറ്റിന്റെ അളവ് അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. സെയിം ലൈക്ക് ഇൻ അവർ പേഷ്യന്റ്. അതായത് PCO2 അവിടെ കൂടുതലായിരുന്നു, അവിടെ റെസ്പിറേറ്ററി അസിഡോസിസ് ഉണ്ടായി. ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ബൈകാർബണേറ്റിന്റെ നോർമൽ ലെവലിൽ നിന്നും കൂടി. സോ ഹിയർ റെസ്പിറേറ്ററി അസിഡോസിസ് ഈസ് കോമ്പൻസേറ്റഡ് ആൻഡ് pH ബിക്കം നോർമൽ. ഈ കോമ്പൻസേഷന്റെ ഫലമായിട്ട് pH നോർമലായി. അതുകൊണ്ട് നമുക്കത് കോമ്പൻസേറ്റഡ് ആണെന്ന് പറയാനും പറ്റും. എന്നാൽ തിരിച്ചും സംഭവിക്കാം. അവിടെ PCO2 അല്ല കൂടിയതെങ്കിൽ, PCO2 വളരെ കുറവാണെന്ന് വിചാരിക്കുക, PCO2 അവിടെ 30 എന്തെങ്കിലും ആണെന്ന് വിചാരിക്കുക, 30% മാത്രമാണെന്ന് വിചാരിക്കുക. എന്നാൽ ബൈകാർബണേറ്റും അവിടെ കുറവാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അവിടെ ബൈകാർബണേറ്റ് കുറഞ്ഞു. ആ ബൈകാർബണേറ്റ് കുറഞ്ഞ കാരണം അസിഡോസിസ് ഉണ്ടായി. ആ അസിഡോസിസ് മാറ്റാൻ വേണ്ടി റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ നിന്ന് PCO2ന്റെ ലെവലും അവിടെ കുറയ്ക്കും. അങ്ങനെ നമുക്ക് അത് കറക്റ്റ് ചെയ്ത് നോർമലിലോട്ട് pH കൊണ്ടെത്തിക്കാൻ പറ്റും. അത് മെറ്റബോളിക് അസിഡോസിസിലാണ്. ഇവിടെ നമ്മുടെ ഈ പേഷ്യന്റിൽ PCO2 കൂടുതലാണ്. അത് കാരണം അസിഡോസിസ് ഉണ്ടായി. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അസിഡോസിസ് കുറയ്ക്കാൻ വേണ്ടി ബൈകാർബണേറ്റിന്റെ ലെവൽ അവിടെ കൂടി. അങ്ങനെ നോർമൽ pH ആയി മാറി. കറക്റ്റ് ഓപ്ഷൻ എ, റെസ്പിറേറ്ററി അസിഡോസിസ് കോമ്പൻസേറ്റഡ്. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ മാത്രം വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ABG അനാലിസിസിന്റെ ക്ലാസ്സിലോട്ട് പോകുക. അവിടെ പല സ്റ്റെപ്സ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് തന്നെ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസും, ഒരുപാട് ക്വസ്റ്റ്യൻസ് അവിടെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും തന്നിട്ടുണ്ട്. അതുകൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഡെഫിനറ്റ്ലി നമ്മുടെ കേരള DHS എക്സാംസിലായാലും നോർസെറ്റ് എക്സാംസിലായാലും നിംഹാൻസ് എക്സാംസിലായാലും ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ABG അനാലിസിസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. The gradual decrease of body's temperature after death is called. It is very, very common question in Kerala PSC. Okay, the gradual decrease of body's temperature after death is called liver mortis ആണോ? അതായത് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ആളുടെ ശരീരം കുറച്ച് കഴിയുമ്പോൾ തണുത്തുറഞ്ഞ് സ്റ്റിഫായിട്ട് മാറാറുണ്ട്. അപ്പം അങ്ങനെ ബോഡി ടെമ്പറേച്ചർ കുറയുന്ന ഈ ഒരു അവസ്ഥയെ എന്ത് പറയുന്നു? ലൈവർ മോർട്ടിസ് എന്ന് പറയുമോ, ആൽഗർ മോർട്ടിസ് എന്ന് പറയുമോ, റൈഗർ മോർട്ടിസ് എന്ന് പറയുമോ, ഹൈപ്പോമോർട്ടിസ്
മോട്ടിസ് എന്ന് പറയുന്നു. ഇവിടെ നോക്കൂ, ഇവിടെ 4 തരത്തിലുള്ള മോട്ടിസിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. പാലർ മോട്ടിസ് എന്ന് പറഞ്ഞ അങ്ങനെ ഒരു ടേം കൂടി ഉണ്ട്. അതായത് മരണപ്പെട്ട് കഴിയുമ്പോൾ അവർ സ്കിന്ന് ഒരു പെയിൽനെസ് കളർ ഉണ്ടാകുന്നു. ഇതിനെ പാലർ മോട്ടിസ് എന്ന് പറയുന്നു. നെക്സ്റ്റ് റൈഗർ മോട്ടിസ് എന്ന് പറഞ്ഞാൽ സ്റ്റിഫനിങ് ഓഫ് ദ ബോഡി മസിൽ ഡ്യൂ ടു കെമിക്കൽ ചേഞ്ചസ് ഇൻ ദ മയോഫൈബ്രിൽസ്. ബോഡി എന്ത് ചെയ്യുന്നു, അവിടെ സ്റ്റിഫായിട്ട് മാറുന്നു. അവിടെ കെമിക്കൽ ചേഞ്ചസ് മയോഫൈബ്രിൽസ് ഉണ്ടാകുന്ന കെമിക്കൽ ചേഞ്ചസ് കാരണമാണ് ഇത് സംഭവിക്കുന്നത്. അതുപോലെ ലൈവർ മോട്ടിസ് എന്ന് പറയുന്നത് എന്താണ്, പോസ്റ്റ്മോർട്ടം ഹൈപ്പോസ്റ്റാസിസ് ഓഫ് പോസ്റ്റ്മോർട്ടം lividity. It's a passive process of blood accumulating in the blood vessels in independent parts of the body as a result of gravity, causing a discoloration of the skin and varies from pink to dark purplish. Next, algal motis എന്ന് വെച്ചാൽ കോൾഡ് ഡെത്ത്, അതായത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ടെമ്പറേച്ചർ ചേഞ്ച് വരുന്നതിന് ആൽഗർ മോട്ടിസ് എന്ന് പറയുന്നു. സോ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്, ആൽഗർ മോട്ടിസ്. നെക്സ്റ്റ് 29ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഡിക്കേറ്റ്സ് പ്രോപ്പർ യൂസ് ഓഫ് ട്രയാങ്കിൾ ആം സ്ലിംഗ്. പലതരത്തിലുള്ള ബാൻഡേജുകളും സ്ലിങ്ങുകളും നമ്മൾ പഠിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു പിക്ചറിൽ നോക്കാം, പലതരത്തിലുള്ള ബാൻഡേജുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. സ്പൈറൽ ബാൻഡേജ് വരുന്നുണ്ട്, ഐ ബാൻഡേജ്, ക്യാപ് ബാൻഡേജ്, സ്പൈക്ക ബാൻഡേജ്, അതുപോലെ തന്നെ ഫുഡ് ബാൻഡേജ്, ഹീൽ ബാൻഡേജ്, ഹിപ്പിൽ ഓരോ ഭാഗത്തും എങ്ങനെയാണ് നമ്മുടെ ശരീരഭാഗങ്ങളിൽ ബാൻഡേജ് അപ്ലൈ ചെയ്യുന്നത് കൊടുത്തിട്ടുണ്ട്. റോളർ ബാൻഡേജ്, ഇതാണ് ട്രയാങ്കുലർ ബാൻഡേജ്. ട്രയാങ്കുലർ ബാൻഡേജിനെ കുറിച്ചാണ് ഇവിടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ ഇതിലേതാണ് പ്രോപ്പർ ആയിട്ട് ട്രയാങ്കിൾ ആം സ്ലിങ്ങിനെ കുറിച്ച് പറയുന്നത്. ദ സ്ലിംഗ് എക്സ്റ്റെൻഡ്സ് ടു ദ പ്രോക്സിമൽ ഓഫ് ദ ഹാൻഡ്. The elbow is kept flexed at 90 degree or more. The sling is removed every 2 hours. The knot is placed on either side of the vertebrae of the neck. നമ്മുടെ സ്ലിങ്ങിന്റെ പ്രത്യേകതയാണ് ചോദിക്കുന്നത്. സ്ലിങ് സപ്പോർട്ട് ഇമ്മൊബിലൈസ്ഡ് ആംസ്, നമ്മുടെ കൈക്ക് നിങ്ങൾ ഫ്രാക്ചർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡറിൽ അതുപോലെ ഹെഡിലുമായിട്ട് ടൈ ചെയ്തിട്ടാണ് നമ്മൾ നെക്കിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു സ്ലിങ് കറക്റ്റ് നമ്മൾ കൈക്ക് നമ്മുടെ ബാൻഡേജ് കൊടുക്കുന്നു. അതിനൊരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ലിങ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ സ്ലിങ്ങിൻ്റെ ഈ ഒരു സ്ലിങ്ങിൻ്റെ ഫീച്ചറിനെ വെച്ച് കറക്റ്റ് ഓപ്ഷനാണ് ഇതാണ് വരുന്നത്. കറക്റ്റായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, ദ എൽബോ ഈസ് കെപ്റ്റ് ഫ്ലെക്സ്ഡ് അറ്റ് 90 or more. Correct option B. Next, 30th question. What finding on physical examination of a patient is a possible indicator of malnutrition? Another important question from nutrition. Basic ആയിട്ടുള്ള സബ്ജക്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ ബേസിക്കായിട്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് സെലക്റ്റീവായിട്ട് പഠിച്ചാൽ പോലും അറിയാൻ പറ്റുന്ന അല്ലെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണിത്. പക്ഷെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യനും സൂപ്പർഫിഷ്യലി വായിച്ചും വിടുക എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ചെയ്യാറുള്ളൂ. പക്ഷെ എപ്പോഴും എക്സാംസിന് നല്ല മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡീപ്പ് നോളജ്, അതിൻ്റെ ഓരോ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയാമെങ്കിൽ മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ നോക്കൂ, ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്തപ്പോൾ പേഷ്യൻറ്റിന് മാൽ ന്യൂട്രീഷൻ എന്തെന്ന് എങ്ങനെ മനസ്സിലായി? സ്പൂൺ ഷേപ്ഡ് നെയിൽ, പെട്ടെന്ന് നമ്മൾ ചാടിക്കേറി എഴുതും സ്പൂൺ ഷേപ്ഡ് നെയിലാണ്. യെസ്, ഇറ്റ് ഇസ് എ സിംബൽ ഓഫ് സം മിനറൽ ഓർ വിറ്റാമിൻ അബ്നോർമാലിറ്റി എന്ന് നമുക്കറിയാം അല്ലേ. അതായത് നമുക്ക് അയൺ ഡെഫിഷ്യൻസി, അനീമിയ വരുന്നവർക്ക് സ്പൂൺ ഷേപ്ഡ് നെയിൽ വരാറുണ്ട്. എന്നാൽ ഇവിടെ ചോദിച്ചാൽ മാൽ ന്യൂട്രീഷൻ്റെ ഇൻഡിക്കേഷൻ എന്നാണ്. അവിടെ മിനറൽസിൻ്റെ ഡെഫിഷ്യൻസി എന്നോ അനീമിയയുടെ ഇൻഡിക്കേഷൻസോ ഒന്നല്ല. അടുത്ത ഓപ്ഷൻ, നെയിൽസ് കർവ് അറൗണ്ട് ദ ഫിംഗർ ടിപ്സ്. നഖം എന്ത് ചെയ്യുന്നു, വളഞ്ഞ് ഫിംഗർ ടിപ്പിലോട്ട് കർവ്ഡ് ആയിട്ടിരിക്കുന്നു. അടുത്തത് പിങ്കിഷ് റെഡ് ഓറൽ മ്യൂക്കസ് മെംബ്രെയിൻ, അത് നോർമലാണ്. ഓറൽ മ്യൂക്കസ് മെംബ്രെയിൻ പിങ്കിഷ് റെഡ് ഇരിക്കുന്നത് നോർമലാണ്. നെക്സ്റ്റ്, തിക്ക് ഡ്രൈ സ്കിൻ ആൻഡ് ഡ്രൈ ഹെയർ. സ്കിന്ന് നമുക്ക് തിക്കായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്നു, അതുപോലെ ഹെയറും ഡ്രൈ ആയിട്ട് മാറുന്നു. ഇതിലേതാണ് മാൽ ന്യൂട്രീഷൻ? മാൽ ന്യൂട്രീഷനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്നൊന്നും ചിന്തിക്കാത്തൊരു ഓപ്ഷനാണ്, തിക്ക് ഡ്രൈ സ്കിൻ ആൻഡ് ഡ്രൈ ഹെയർ. അതായത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ്, എക്സ്പെഷ്യലി എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്, വിറ്റാമിൻ എ അല്ലെങ്കിൽ പ്രോട്ടീൻ, എനർജി മാൽ ന്യൂട്രീഷൻ ഉള്ളവർക്കുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ക്ലിനിക്കൽ സൈനാണ് തിക്ക് ഡ്രൈ സ്കിന്നും ഡ്രൈ ഹെയറും എന്ന് പറയുന്നത്. എന്നാൽ സ്പൂൺ ഷേപ്ഡ് നെയിലാണെങ്കിൽ അയൺ ഡെഫിഷ്യൻസി അനീമിയയിലാണ് കോമൺ ആയിട്ട് ഇതുണ്ടാകുന്നത്. നെയിൽ കർവിംഗ് എന്ന് പറഞ്ഞാൽ ക്ലബിംഗ് ആണ്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓക്സിജന്റെ അളവ് കുറവ്, അതായത് പേഷ്യന്റിന് ഹൈപ്പോക്സിയോ ക്രോണിക് ഹൈപ്പോക്സിയോ കാർഡിയാക് ഡിസീസസോ പൾമണറി ഡിസീസസോ ഉണ്ട് എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അണ്ടർസ്റ്റുഡ്? മറ്റ് ഓപ്ഷൻസിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അതായത് നമ്മുടെ നഖത്തിന്റെ നെയിലിന്റെ കർവിംഗ് എന്ന് പറയുന്നത് ക്ലബിംഗ് എന്ന് പറയും. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഓക്സിജന്റെ അളവ് കുറവാണ്. ഓക്സിജൻ കുറയാന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഹൈപ്പോക്സി ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു റീസൺസ് വന്നാൽ കാർഡിയാക് ഡിസീസോ പൾമണറി ഡിസീസോ ലങ് ഡിസീസോ ഹാർട്ട് ഡിസീസോ ആയിരിക്കാം.
പിന്നെയുള്ളത് അനീമിയ ഉള്ളവർക്ക് സ്പൂൺ ഷേപ്ഡ് നെയിൽ. എന്നാൽ ഇവിടെ എക്സാക്ട്ലി നമുക്ക് മാൾന്യൂട്രീഷന്റെ സിമ്പൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൈൻ എന്ന് പറയുന്നത് തിക്ക് ഡ്രൈ സ്കിൻ ആൻഡ് ഡ്രൈ ഹെയർ ആണ്. ഓഫൺലി വിറ്റാമിൻസ്, മിനറൽസ്, എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ഒക്കെ കുറവ് വരുന്ന, ഡെഫിഷ്യൻസീസ് വരുന്നവർക്കാണ് ഈ തിക്ക് ഡ്രൈ ആൻഡ് ഹെയർ കാണപ്പെടുന്നത്. ഓക്കെ, കറക്റ്റ് ഓപ്ഷൻ അപ്പോൾ ഓപ്ഷൻ ഡി, തിക്ക് ഡ്രൈ സ്കിൻ ആൻഡ് ഡ്രൈ ഹെയർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നും ഒരു 10 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ പഠിച്ചു കഴിഞ്ഞു. ഓരോ ക്വസ്റ്റ്യനും പ്രാക്ടീസ് ചെയ്യുന്നതിനൊപ്പം ആ ടോപ്പിക്കും കൂടെ നിങ്ങൾ വായിച്ചു പോകാൻ പഠിക്കുക. ഇവിടെ തന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ എക്സാമിനേഷനും അതിൻ്റെ ഓരോ സയൻസ് ആൻഡ് സിംറ്റംസും അത് എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുള്ള അബ്നോർമാലിറ്റീസും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗിൽ വായിച്ചു നോക്കാം, മാൾ ന്യൂട്രീഷൻ ഒന്ന് വായിച്ചു നോക്കാം. അതുപോലെ വിറ്റാമിൻ ഡെഫിഷ്യൻസി, മിനറൽ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സും അതിൻ്റെ കോസസും അതിൻ്റെ സിംറ്റംസും ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്സിൽ നമ്മൾ ഇന്നിവിടെ നിർത്തുകയാണ്. അടുത്ത മറ്റൊരു നല്ലൊരു സെഷനുമായിട്ട് വീണ്ടും വേറൊരു ദിവസം കാണാം. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. എല്ലാത്തിനും പുറമെ നിങ്ങളെല്ലാവരും ആ ഉറച്ച വിശ്വാസത്തോടു കൂടി നന്നായിട്ടിരുന്ന് പഠിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.